വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നാണ് നമ്മുടെ ഹെസാമോൻ്റെ ബർത്ത്ഡേ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ബാക്കി ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. സോ എല്ലാവരും രാവിലെ നേരത്തെ തന്നെ ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ബലൂൺ വരയ്ക്കാനായിട്ടിരുന്നു. ഈ ഗ്ലിറ്റർ വരുന്നതും ഷിമ്മർ ബലൂൺസും എല്ലാം നമുക്ക് മീഷോയിൽ വാങ്ങിയ കോംബോ പാക്കിലുണ്ടായിരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബലൂൺസും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബലൂണും ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഹെസാമുൻ്റെ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ആ ഒരു വോളിൽ സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ട് ബലൂൺ നമ്മളൊരു ആർച്ച് പോലെ ആക്കി അത് നമ്മൾ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നേ. അവസാനം ബലൂണൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കായപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്തു. കേക്കൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സുമിയാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഷിയാമ് വീഡിയോ കോൾ ചെയ്ത് അവനും നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഭാഗമായി. പിന്നെ എന്താ പറയുക, നമ്മൾ അധികം ആരുമില്ലായിരുന്നു. നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗ്രാൻഡ് ഫങ്ഷനൊന്നും അല്ല, പക്ഷേ നമ്മൾ എടുത്ത കാര്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹെസാമുന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഹെസാമുൻ്റെ സെയിം ഡ്രസ്സാണ് കുഞ്ഞും ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കേക്ക് ഹെസാമു കട്ട് ചെയ്തു. രണ്ടാമത്തെ കേക്ക് ഹെസാമും കുഞ്ഞും ഇസാനും കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് മന്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹെസാമുൻ്റെ ബർത്ത്ഡേയും ഇതുപോലെ ചെറിയ രീതിയിൽ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ 2 കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവർ രണ്ടുപേരും മാറി മാറി കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സലാഡും അച്ചാറും പപ്പടവും ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളുടെ ഫോട്ടോഷൂട്ട് സെഷനായിരുന്നു. രണ്ടുപേരെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ടാസ്ക്. രണ്ടുപേരെ ഇരുത്തി കുറേ നമ്മൾ ശ്രമിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ബാക്കി പിന്നെ ഉള്ള ആ കേക്ക് നമ്മൾ ഹെസാമുന് കൊടുത്തിട്ട് അവളുടെ എന്താണ് അവൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെസാമുന് കൊടുത്തു. അവൾ അതെടുത്ത് വെച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അവൾ അലമ്പാക്കുമെന്ന് കണ്ടപ്പോൾ നമ്മൾ അതിനെ എടുത്ത് മാറ്റി. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും സെറ്റായിട്ട് ഹെസാമുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇനി കുഞ്ഞുൻ്റെതാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുൻ്റെ ബർത്ത്ഡേ